ഞാൻ രാഘവ് മാഷ് സിവിൽ സർവീസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 2018 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിപ്പോൾ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അവിടെ കാണാം. എ ട്രെയിൻ 200 മീറ്റർ ലോങ് ഈസ് മൂവിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h. In how many seconds will it cross a man standing near the railway line? ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രെയിനിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 200 മീറ്റർ. അപ്പൊ സ്പീഡ് തന്നിട്ടുണ്ട് ഹൗ മെനി സെക്കൻഡ്സ്. അപ്പൊ നമ്മൾ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടൈം കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻ അറിയണം. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് എന്ത് വരിക? ടൈം വരിക. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇപ്പൊ ട്രെയിനിന്റെ പ്രോബ്ലത്തില് ട്രെയിൻ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് ആണ് ഇത് ട്രെയിനിന്റെ ലെങ്ത് ആണ് എന്തെടുക്കേണ്ടത്? നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടത്. അത് നമ്മൾക്ക് കിട്ടും 200 മീറ്റർ. ഓക്കെ, 200 മീറ്റർ ബൈ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 40 km/h ആണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് മീറ്റർ ആണ്, ഇത് കിലോമീറ്റർ ആണ്. അപ്പൊ ഈ km/h നമ്മൾ ഏതിലേക്ക് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് കിട്ടും ഈ 200 മീറ്റർ അങ്ങനെ തന്നെ എഴുതാം. അല്ലെങ്കിൽ 200 മീറ്റർ എഴുതിയതിനു ശേഷം 40 ഇൻറ്റു മീറ്ററിന് വേണമെന്നില്ല, ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുകയാണ്. 40 ഇൻറ്റു ശ്രദ്ധിക്കണം 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നമ്മൾക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഈ സീറോ കട്ട് ചെയ്യുക. ഈ 20 4 നമുക്ക് 5 തവണയായിട്ട് എഴുതാം. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 5/15 വരും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു എന്തെഴുതാം? 18/5. അപ്പോൾ 5 നമുക്ക് കട്ട് ചെയ്യുക. അപ്പൊ ആൻസർ 18. ഏതിലാണ് ഉണ്ടാവുക? സെക്കൻഡ്സ്. അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓപ്ഷനിലെല്ലാം സെക്കൻഡ്സിലാണ് തന്നിരിക്കുന്നത്. 18. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ടൈം, ഡിസ്റ്റൻസ്, സ്പീഡിന്റെ റിലേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഡാറ്റ തന്നു കഴിഞ്ഞാല് മീറ്ററും കിലോമീറ്ററും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒരേ യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 km/h എന്ന് പറഞ്ഞാല് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 1 km/h എന്ന് പറഞ്ഞാല് ഒരു മണിക്കൂറിൽ യാത്ര കിലോമീറ്ററിന്റെ ബന്ധം സെക്കൻഡ് മീറ്ററിലാവുമ്പോൾ ഇങ്ങനെ വരും. അപ്പൊ 40 കിലോമീറ്റർ ആയതുകൊണ്ട് 40 ഇൻറ്റു 5/18 എഴുതി. ഓക്കെ, ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കാണുക, അഭിപ്രായം കമന്റിൽ അറിയിക്കുക. ഓക്കെ.